മടിയൊന്നുമില്ലാതെ അധ്വാനിക്കുന്ന ആ കഴുതയെ അലക്കുകാരൻ ഒരുപാട് ചുമടെടുപ്പിക്കുന്നത് പതിവായിരുന്നു എന്ന് മാത്രമല്ല, അതിന് വേണ്ട വിധം ഭക്ഷണം കൊടുത്തിരുന്നുമില്ല. രാത്രിയാകുമ്പോൾ അതിൻ്റെ കെട്ടഴിച്ചു വിട്ടിട്ട് നിനക്കുള്ള ഭക്ഷണം നീ കണ്ടെത്തൂ എന്ന് അലക്കുകാരൻ പറയുമായിരുന്നു. തെരുവോരങ്ങളിലൂടെ അലഞ്ഞു നടന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിച്ച് കഴുത നാൾക്ക് നാൾ ക്ഷീണിതനായി വന്നു. അങ്ങനെ ഒരിക്കൽ വിശന്നു വലഞ്ഞ് അലഞ്ഞു തിരിയവേ ഒരു കുറുക്കൻ ഈ കഴുതയെ കണ്ടുമുട്ടി. അപ്പോൾ കുറുക്കൻ ചോദിച്ചു, എന്താണ് നീ ഇത്ര അവശനായിരിക്കുന്നത്? അപ്പോൾ കഴുത വിഷമത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പച്ചക്കറിത്തോട്ടമുണ്ട്, അതിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കൂടെ വന്നാൽ നിനക്കിഷ്ടം പോലെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. ഇത് കേട്ട കഴുത കുറുക്കൻ്റെ കൂടെ നടന്നു. ഈ പച്ചക്കറിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരുപാട് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും കണ്ട കഴുത വലിയ സന്തോഷവാനായി ഇതെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കഴുതയുടെ മെലിഞ്ഞ പ്രാകൃതമൊക്കെ മാറി നല്ല കൊഴുത്തുരുണ്ട ഒരു കഴുതയായി മാറി. കഴുത സന്തോഷവാനാകാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം കുറുക്കനോട് കഴുത പറഞ്ഞു, ഈ രാത്രി എത്ര ഭംഗിയുള്ളതാണ്, ഈ നിലാവിനെ നോക്കി ഞാൻ ഒരു പാട്ട് പാടിയാലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഒരിക്കലും അരുത്. ഇവിടെ നിന്ന് നീ പാട്ട് പാടിയാൽ ഈ പച്ചക്കറിത്തോട്ടത്തിൻ്റെ കാവൽക്കാർ നമ്മളെ ശ്രദ്ധിക്കുകയും ഒരു പക്ഷേ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ കഴുത പറഞ്ഞു, മണ്ടച്ചാരെ, എൻ്റെ പാട്ടിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിവിടെ നിന്ന് പാട്ട് പാടിയാൽ ഈ പച്ചക്കറിത്തോട്ടത്തിൻ്റെ കാവൽക്കാരെല്ലാം എത്തി നമ്മുടെ പാട്ടിൽ ആസ്വദിച്ച് നൃത്തം ചെയ്ത് അവരെന്നെ പൂമാല അണിയിക്കും. കുറുക്കൻ പറഞ്ഞത് ചെവിക്കൊള്ളാതെ കഴുത അവിടെ നിന്ന് പാടാൻ തുടങ്ങി. കഴുതയുടെ ഈ അമറൽ കേട്ട് പച്ചക്കറിത്തോട്ടത്തിലെ കാവൽക്കാരെല്ലാം ഓടിയെത്തി. കയ്യിൽ വേണ്ടത്ര ആയുധങ്ങളുമായിട്ടായിരുന്നു അവർ എത്തിയത്. അപ്പോൾ നിങ്ങളാണല്ലേ ഞങ്ങളുടെ പച്ചക്കറി മുഴുവൻ മോഷ്ടിച്ച് തിന്നുന്നത് എന്ന ആക്രോശത്തോടെ അവർ കഴുതയെ ചുറ്റും നിന്ന് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ച് അവശനായ കഴുത ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ അവശത മാറി നമ്മൾക്ക് ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ, നമ്മുടെ കഷ്ടതകൾ കുറയുമ്പോൾ നമ്മൾ അഹങ്കാരത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കരുത് എന്ന പാഠമാണ് ഈ കഴുതക്കഥയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നന്ദി.